ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു ഹാപ്പി വെള്ളിയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ തൃശ്ശൂർ പൂരം എക്സിബിഷൻ കാണാൻ പോവാണ് കേട്ടോ. അവിടുത്തെ കാഴ്ചകളാണ് ഇന്ന്. അപ്പോൾ ഇതാണ് കേട്ടോ പാറമേക്കാവ് അമ്പലം. ഗോപുരം കണ്ടില്ലേ, ലൈറ്റുകളൊക്കെ അലങ്കരിച്ചേക്കണ കണ്ടില്ല, അതാണ് പാറമേക്കാവ് അമ്പലം. അപ്പം പാറമേക്കാവ് അമ്പലത്തിൻ്റെ തൊട്ട് മുന്നിലാണ് എക്സിബിഷൻ നടക്കുന്നത്. അപ്പോൾ എക്സിബിഷൻ്റെ ഫ്രണ്ട് സൈഡ് അവിടെയാണ് കേട്ടോ, ഗേറ്റ് അവിടെയാണ്. അപ്പം നമ്മൾ ദേ കാണുന്നതാണ് കേട്ടോ ഗേറ്റ്. അപ്പം നമ്മൾ വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പം നേരെ കാണുന്നത് വടക്കുന്നാഥനാണ് കേട്ടോ. അതേ നേരെ ഒരു ലൈറ്റ് കാണുന്നുണ്ടല്ലോ, ഗോപുരം, വടക്കുന്നാഥൻ്റെ ഗോപുരമാണ് ഇത് കിഴക്കേ ഗോപുരം. അപ്പോൾ വടക്കുന്നാഥൻ്റെ കിഴക്കേ ഗോപുരത്തിന് നേരെ മുന്നിലായിട്ടാണ് പാറമേക്കാവിൽ ടെമ്പിൾ കേട്ടോ. ഇതേ കാണുന്നു, ഇതേ കണ്ടോ, നേരെ മുന്നിലാണ് ദേവിയുടെ ടെമ്പിൾ, പാറമേക്കാവിൽ ദേവിയുടെ. നമുക്ക് കാറ് പാർക്ക് ചെയ്തിട്ട് വരാം കേട്ടോ. ഞങ്ങൾ പോയ ദിവസം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ, അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. കാറൊക്കെ ഏകദേശമൊക്കെ ഫുള്ളായിരുന്നു കേട്ടോ പാർക്കിങ്ങിൻ്റെ അവിടെയൊക്കെ. എക്സിബിഷന് ഒരു പണ്ട് തൊട്ടേ ഉള്ളൊരു കാര്യമാണ് ഈ പരസ്യങ്ങൾ, ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും പരസ്യങ്ങൾ. ഇപ്പോൾ കേൾക്കണില്ല, വാഷിംഗ് മെഷീൻ, അങ്ങനെ ആർക്കും പണ്ട് തൊട്ടേ ഉള്ള ഒരു കാര്യമാണ്. എക്സിബിഷൻ കാണണമെങ്കിൽ നമ്മൾ ടിക്കറ്റ് എടുക്കണം കേട്ടോ. ഇപ്പോൾ എത്രയാണെന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ വർഷമൊക്കെ 35, ഇപ്രാവശ്യം എനിക്കറിയില്ല എത്രയാണെന്ന്. ഞങ്ങൾക്ക് പിന്നെ പാസ് ഉണ്ടായതുകൊണ്ട് ഞങ്ങളങ്ങനെ കയറി കേട്ടോ. അപ്പോൾ ഇതാണ് കണ്ടോ ഫ്രണ്ട് സൈഡ് എക്സിബിഷൻ്റെ കണ്ടോ, അവിടെ ഒരു ഫൗണ്ടനൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഈ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ തുണിക്കടയാണ് കേട്ടോ. എന്നും ഉണ്ടാവും ഈ തുണിക്കടയാണ് ഫസ്റ്റ് കട, ഫസ്റ്റ് ഷോപ്പ് എന്ന് പറഞ്ഞാൽ ഈ കടയാവും കേട്ടോ, എപ്പോഴും അതെ. ബെഡ്ഷീറ്റും സോഫ ബാഗും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും. ഇനി അടുത്ത കട ഇതുപോലെ ഫർണിച്ചറിൻ്റെ ഒരു കടയുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ആദ്യം നമ്മുടെ ഡ്രസ്സിൻ്റെ കടയാണ് കേട്ടോ, ഈ ബെഡ്ഷീറ്റ് അങ്ങനെ. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ വുഡൻ തവികൾ, അങ്ങനെയുള്ള പാത്രങ്ങളൊക്കെ ഉള്ളൊരു കട. പിന്നെ ഇത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഞങ്ങളിങ്ങനെ എന്താ പറയുക, ഒരു സംഭവം പോലും വാങ്ങിച്ചില്ല കേട്ടോ. ഒരു സാധനങ്ങൾ ജസ്റ്റ് ഇങ്ങനെ സ്പീഡിൽ നടന്ന് പോയതാണ്. പിന്നെ മോള് കുറച്ച് കമ്മൽ വേണമെന്ന് പറഞ്ഞിട്ട് ആ ഒരു ഷോപ്പിൽ നിർത്തിയിട്ട് കുറച്ച് കമ്മലുകളൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മുടെ കോലാപ്പൂരി ചപ്പൽ, അങ്ങനെയല്ല അതിന് പറയുക, ആ ഒരു ചപ്പലിൻ്റെ ഒരു കടയുണ്ടായിരുന്നു. അവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കി. പിന്നെ നമ്മുടെ ഈ കട എന്ന് പറഞ്ഞാൽ പഴയകാല മിഠായികളൊക്കെ ഉണ്ടല്ലോ, ആ മിഠായികളുടെയൊക്കെ ഒരു കടയാണ്. അതിങ്ങനെ പഴയ ടൈപ്പുള്ള മിഠായികളൊക്കെ ഉള്ളൊരു കട. ഏതെടുത്താലും 30 രൂപ എന്നൊക്കെ പറഞ്ഞിട്ട് പണ്ടത്തെ നമ്മുടെ ഓർമ്മകളൊക്കെ ഉണർത്തുന്ന, നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പം കഴിച്ചിട്ടുള്ള ആ മിഠായികളുടെയൊക്കെ ഒരു കടയായിരുന്നു. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ആദ്യം ഇതുപോലുള്ള കടകളാണ് കേട്ടോ. പേഴ്സ്, കുട്ടികളുടെ ടോയ്സ്, പിന്നെ ഇവിടെ ബെഡ്ഷീറ്റ്, സോഫ ബാഗ്, സോഫ കവറ്, കുഷ്യൻസ്, അങ്ങനെയൊക്കെ ഉള്ളൊരു കട. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ പലാസോ, ടീഷർട്ട്, ടോപ്സ്, അങ്ങനെയൊക്കെയുള്ളൊരു കടയുണ്ട് കേട്ടോ. എല്ലായിടത്തും ജസ്റ്റ് ഒന്ന് ഓടിച്ചൊന്ന് പോയി കേട്ടോ. പിന്നെ ഇവിടെ ഷീറ്റുകളാണ് കേട്ടോ, പ്ലാസ്റ്റിക് മേശ, വിരി, പിന്നെ ഫ്രിഡ്ജിൻ്റെ മേളിൽ വിരിക്കാനുള്ള വിരി. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ സൺഗ്ലാസ്, തൊപ്പികൾ, അങ്ങനെയുള്ളൊരു കട. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കുറേ കടകളുണ്ട് കേട്ടോ, ചപ്പാത്തി മേക്കർ. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പൊട്ടിൻ്റെ ഒരു കടയാണ്. അവിടെ നിന്ന് ഞാൻ കയറിയിട്ട് 2 പൊട്ടൊക്കെ മേടിച്ചു കേട്ടോ. അത് എപ്പോഴും കയറാറുള്ളതാണ്. നിറച്ച് പൊട്ടിന് മാത്രമായിട്ടൊരു കടയാണ്. അവിടെ ഞാൻ കുറച്ച് സംഭവങ്ങളൊക്കെ വാങ്ങിച്ചു. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ വള, കുപ്പിവള. അപ്പോൾ കുപ്പിവള ഒരു വീക്ക്നെസ് ആയതുകൊണ്ട് തന്നെ കണ്ടോ, പല കളറിലുള്ള കുപ്പിവളകളാണ് കേട്ടോ. അത് ഞാൻ കുറച്ച് മേടിച്ചിരുന്നു. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ആദ്യം ഡ്രസ്സുകളാണ് കേട്ടോ. ഡ്രസ്സുകളുടെ കുറേ ഷോപ്പുകളുണ്ട് കേട്ടോ. റെഡിമെയ്ഡിൻ്റെ കടയുണ്ട്. പിന്നെ തുണി സ്റ്റിച്ച് ചെയ്യാനായിട്ടുള്ള തുണികളുടെ, ചുരിദാർ തുണികളുടെ കടകളുണ്ട്. പിന്നെ ബാഗുകൾ കണ്ടോ, ഇതുപോലെ ബാഗുകളുടെ കടകൾ. പിന്നെ അങ്ങനെ വെറൈറ്റി കടകളാണ് കേട്ടോ. കുറേ നോർത്ത് ഇന്ത്യൻ വന്ന ആൾക്കാർ ഡ്രസ്സിൻ്റെ കുറേ അങ്ങനത്തെ ഉള്ള കടകളുണ്ട്. പിന്നെ ഇവിടെ റോസ് ബ്രാൻഡ് നഴ്സറി എന്ന് പറഞ്ഞൊരു കടയുണ്ട്. പിന്നെ ഗുജറാത്ത് മിക്സ്ചർ എന്ന് പറഞ്ഞിട്ടൊരു കടകളുണ്ട് കേട്ടോ. നിറയെ സ്നാക്സ് ഉള്ളൊരു വിൽക്കണ ഒരു കട കേട്ടോ. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്നാക്സ് ഉള്ളൊരു കട. അതൊന്നും ഞങ്ങൾ മേടിച്ചില്ല. പിന്നെ ഇങ്ങോട്ട് വന്നാൽ ആദ്യം ഇതുപോലെ കിച്ചൺ ഐറ്റംസും ടോയ്സും നമ്മുടെ കിച്ചണിലേക്ക് ആവശ്യമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ആയിട്ടുള്ളൊരു കട കണ്ടോ. നിറയെ സ്റ്റീലിൻ്റെയും പ്ലാസ്റ്റിക്കിൻ്റെയും അങ്ങനെയുള്ളൊരു കടയുണ്ടായിരുന്നു. പിന്നെ ഇതും അതുപോലെ തന്നെ പഴയകാല മിഠായികൾ, അങ്ങനെ ഒരു കട ആദ്യം. പിന്നെ ഇത് കുത്താമ്പുള്ളി ഡ്രസ്സ്, കുത്താമ്പുള്ളി മുണ്ടുകൾ, അങ്ങനെയുള്ള സംഭവങ്ങൾ കിട്ടുന്നൊരു കടയുണ്ട്. പിന്നെ ഇവിടെ ഹൽവയുടെ ഒരു കടയാണ് കേട്ടോ. ഹൽവ കടയിൽ അത്യാവശ്യം ചിലവൊക്കെ ഉണ്ട് കേട്ടോ, ആൾക്കാർ മേടിക്കുന്നുണ്ട്. കോഴിക്കോടൻ ഹൽവ എന്നൊക്കെ പറഞ്ഞിട്ട് പല വെറൈറ്റി ടൈപ്പ് ഓഫ് ഹൽവാസ്, അത് കുറേ ആൾക്കാർ മേടിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ മേടിച്ചൊന്നുമില്ല. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കണ്ടോ, ഇവിടെ ചക്ക ഹൽവ അതൊക്കെ കിട്ടും കേട്ടോ. പിന്നെ ഇങ്ങോട്ട് വന്നാൽ ബുക്സാണ്, ബുക്സിൻ്റെ ഷോപ്പാണ്.
അപ്പോൾ അത് നമ്മൾ വെറുതെ മോൾക്ക് ബുക്സ് വായന ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾ കുറച്ച് നേരം അവിടെ നിന്ന് നോക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇഷ്ടപ്പെട്ട ബുക്സൊന്നും കിട്ടിയില്ല. അപ്പം നമ്മൾ പിന്നെയും നടന്നു. ഇവിടെ അതുപോലെ തന്നെ കിച്ചൺ ഐറ്റംസാണ് കേട്ടോ കൂടുതലും, അങ്ങനെയുള്ള സംഭവങ്ങളാണ്. പിന്നെ ഇത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നടന്ന് ക്ഷീണിച്ച് കഴിഞ്ഞാൽ നമുക്ക് റിഫ്രഷ് ചെയ്യാനായിട്ട് ഐസ്ക്രീം പാർലർ ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ ആദ്യം ഇതുപോലെ തന്നെ തുണിക്കടകളും പിന്നെ ഇങ്ങനെ ഡ്രസ്സിൻ്റെ കടകളും ഒക്കെ തന്നെയാണ് കേട്ടോ. ഇവിടെ ഡ്രസ്സിലെ കറ കളയാനായിട്ട് അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. പല്ലിയെ അകറ്റാനായിട്ട് ആയുർവേദം അങ്ങനെയുള്ള കുറേ നാടൻ പ്രയോഗങ്ങൾ അങ്ങനെയുള്ള മരുന്നുകളൊക്കെ ഉള്ളൊരു കടയുണ്ട്. പിന്നെ ഇവിടെ മൈസൂർ ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കുറേ സ്നാക്സിൻ്റെ ഒരു കട, പിന്നെ ഇങ്ങോട്ട് വന്ന ടീഷർട്ടുകൾ അങ്ങനെയുള്ളൊരു കട. പിന്നെ ഇവിടെ നിറച്ച് കപ്സായിരുന്നു കേട്ടോ, അതിനായിട്ട് തന്നെ ഒരു ഷോപ്പ്. അത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഗ്ലാസ് കൊണ്ടുള്ളതും പിന്നെ നമ്മുടെ കളിമണ്ണ് അങ്ങനെയുള്ള ക്ലേ കൊണ്ടുള്ള കപ്പുകളൊക്കെ ആയിട്ടുള്ള ഒരു വലിയൊരു കടയുണ്ടായിരുന്നു കേട്ടോ. ഏതെടുത്താലും 50 രൂപ 75 രൂപ നല്ലൊരു കടയായിരുന്നു. പക്ഷേ അതിൽ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ, പല കളർഫുള്ളായിട്ടുള്ള കപ്സുകളും അങ്ങനെ. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ കത്തി അങ്ങനെയുള്ള കിച്ചൺ ടൂൾസ്, അരിപ്പ കണ്ടോ, അതൊക്കെ അങ്ങനെ നമ്മുടെ ദോശ കല്ല് പിന്നെ അങ്ങനെ കുറേ ടൈപ്പ് ഓഫ് ഇരുമ്പിൻ്റെ പാത്രങ്ങളും ആയിട്ടുള്ളൊരു ഷോപ്പുണ്ടായിരുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എന്തായിരുന്നു ഇത്, നിങ്ങൾക്ക് മജീഷ്യൻ അങ്ങനെ ഒരു കടയുണ്ടായിരുന്നു കേട്ടോ. മജീഷ്യനാവാം നിങ്ങൾക്ക് മജീഷ്യൻ മാജിക്കിൻ്റെയൊക്കെ കുറേ സെറ്റൊക്കെ ആയിട്ടുള്ളൊരു കട. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സോഫ സെറ്റൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് ഒരു മെഷീൻ പോലൊരു സംഭവം, ഒരു ഉപകരണം ഇതേ കണ്ടില്ലേ. സോഫ സെറ്റിയിൽ നമ്മുടെ ചവിട്ടിയിലൊക്കെ മണ്ണായി കഴിഞ്ഞാൽ ഇങ്ങനെ എടുക്കാമെന്ന് അവർ പറയുന്നത്. മുകളിൽ കൂടി പിടിച്ചാൽ മതി, അല്ലെങ്കിൽ അത് ഇതിനെ മണ്ണിലിട്ട് നടുക്കൂടി ഇട്ട് ഇങ്ങനെ ആക്കുമ്പോഴാണ് ഈ സൈഡ് തെറിക്കുന്നത്. ട്രെയിനിൽ കിട്ടും നമ്മൾ സാധാ ഇപ്പം ഇതിനകത്തൊക്കെ ഒറ്റ ഇതിൽ നമുക്ക് കിട്ടത്തില്ലേ, പ്ലെയിൻ ആകുമ്പോഴത്തേക്ക് അടിയിൽ ഏറ്റവും ഭയങ്കര ഹാർഡായിട്ടുള്ള ഇതായി കിടക്കുന്നത്. അപ്പം നമ്മൾ ജസ്റ്റ് അങ്ങോട്ട് ഇങ്ങോട്ട് ഒന്നും കൂടി പിടിക്കേണ്ടി വരും. കാരണം 2 വട്ടമായിട്ട് നമുക്കത് എടുക്കാൻ പറ്റത്തുള്ളൂ, ഒറ്റ വട്ടമായിട്ട് നമുക്കത് എടുക്കാൻ പറ്റത്തില്ല. അത്രേ ഉള്ളൂ വ്യത്യാസം. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ആദ്യം തുണിക്കടകളുടെ ഒരു മായാലോകമാണ് കേട്ടോ. കുറേ നോർത്ത് ഇന്ത്യയിൽ നിന്നും വന്ന കുറേ ആൾക്കാരും അങ്ങനെയുള്ള ആൾക്കാരുടെ അവിടുത്തെ ടൈപ്പ് ഡ്രസ്സും ഒക്കെ ആയിട്ടുള്ള കുറേ കടകളുണ്ട്. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാലും അതുപോലെ നമുക്ക് റിഫ്രഷ് ചെയ്യാൻ ആദ്യം സർബത്തൊക്കെ ഉള്ളൊരു കടയുണ്ട്. പക്ഷെ നമ്മളവിടെ ഒന്നും കയറിയില്ല, നമ്മൾ നേരെ തന്നെ നടന്നു കേട്ടോ. നമ്മൾ വെള്ളം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ നിന്നൊന്നും കുടിച്ചില്ല. പിന്നെ ഇവിടെ കണ്ടോ, ഇതും ഒരു ഹോം ഡെക്കറൊക്കെ ആയിട്ടുള്ളൊരു കട, നിറച്ച് നമ്മൾ വീട്ടിൽ അലങ്കാരത്തിന് വിൽക്കുന്ന കുറേ സംഭവങ്ങളൊക്കെ ആയിട്ടുള്ളൊരു കടയുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ജലശുദ്ധീകരണത്തിന് വയ്ക്കുന്ന സംഭവമൊക്കെ ഉള്ളൊരു കട. അത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെയും ഹോം ഡെക്കറൊക്കെ ഉള്ള നമ്മുടെ ആന നെറ്റിപ്പട്ടമൊക്കെ ഉള്ളൊരു തൂക്കിയിട്ടേക്കണ അങ്ങനെയുള്ളൊരു കടയുണ്ട് കേട്ടോ. ഇവിടെ അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ അലങ്കരിക്കാൻ ആവശ്യമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉള്ളൊരു കടയാണ്. ഇവിടെ ഒരു കൃഷ്ണനും രാധയൊക്കെ ഇരിക്കുന്നത് എന്ത് ഭംഗിയായിരുന്നു, നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ടത്. അങ്ങനെ ഒരു കടയുണ്ടായിരുന്നു. കുറേ അതുപോലെ പ്രതിമകളൊക്കെ ആയിട്ടുള്ള ഒരു കടയുണ്ടായിരുന്നു. ഇതിപ്പോൾ ഞാൻ വിശദമായിട്ടില്ലെങ്കിലും ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഓടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ തൃശ്ശൂരും പരിസരത്തും ഒക്കെ ഉള്ള ആൾക്കാർക്ക് ഇതിനെപ്പറ്റി അറിയുണ്ടാവും. പക്ഷേ ദൂരെയുള്ള ആൾക്കാർക്ക് എന്താണ് തൃശ്ശൂർ പൂരം എക്സിബിഷൻ എന്ന് തന്നെ അറിയില്ലല്ലോ. അപ്പം അതുകൊണ്ടായിട്ടാണ് ഞാൻ കുറച്ചെങ്കിലും ഒരു ഡീറ്റെയിൽ ആയിട്ട് ഇടുന്നത്. വല്ലാണ്ട് ഡീറ്റെയിൽ ആയിട്ടല്ലെങ്കിലും ഒന്ന് ഓടിച്ചൊന്ന് ഏകദേശം എല്ലാ കടകളൊക്കെ ഒന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് വേഗം ഒന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ ഇവിടെയും അതുപോലെ തന്നെ എന്താ പറയുക, സ്വീറ്റ്സിൻ്റെ ഒരു കടയാണ് കേട്ടോ. അതുപോലെ പിന്നെയും നമ്മുടെ തുണിക്കട തന്നെയാണ്, കുറേ ഡ്രസ്സസൊക്കെ ആയിട്ടുള്ളൊരു കട. പിന്നെ ഇവിടെ അത് തന്നെ കേട്ടോ, ഡ്രസ്സിൻ്റെ ഒരു വലിയൊരു ശേഖരം. പിന്നെ ഇവിടെ വളകളുടെ ഒരു കടയാണ് കേട്ടോ. ഈ വളകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണുകൊണ്ട് ഉണ്ടാക്കിയിട്ട് കണ്ടോ, നല്ല ഡിസൈൻ കല്ലൊക്കെ വെച്ചിട്ട് നല്ല കളർഫുള്ളായിട്ടുള്ളൊരു കടയാണ് കേട്ടോ. ക്ലേ കൊണ്ട് ഉണ്ടാക്കിയ വളകളാണ് കുറേ അധികം. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത് എല്ലാ പ്രാവശ്യവും ഇത് തന്നെയാണ് വരുന്നത് കേട്ടോ. കുറച്ചൊക്കെ ഡിഫറെൻ്റായിട്ട് ആ കൊല്ലത്തെ ഫാഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനുള്ള മാറ്റം മാത്രമേ വരുള്ളൂ. അപ്പം ഞാൻ കഴിഞ്ഞ കൊല്ലം വാങ്ങിച്ചുകൊണ്ട് ഈ കൊല്ലം വാങ്ങിച്ചില്ല. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ രാജസ്ഥാൻ അച്ചാറുകളാണ് കേട്ടോ, പിക്കിൾസാണ്. നിറയെ ഡിഫറെൻറ്റ് വെറൈറ്റി ടേസ്റ്റുകളുള്ള പിക്കിൾസാണ് കേട്ടോ. അതും കുറേ ഉണ്ട് കേട്ടോ. നമ്മളൊന്നും മേടിച്ചൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ കണ്ട് പോവാണ് കേട്ടോ. അപ്പോൾ കുറേ ടൈപ്പ് വെറൈറ്റി
നിറച്ച് എണ്ണയൊക്കെ ആയിട്ടിരിക്കണ കേട്ടോ. പിന്നെ വെറൈറ്റി അച്ചാറുകൾ, സ്വീറ്റിൻ്റെ ഉണ്ട് കേട്ടോ. സ്വീറ്റും എരിവുള്ളയൊക്കെ പല ടൈപ്പിലുള്ള അച്ചാറുകളുണ്ട്. പിന്നെ ഇവിടെ അതുപോലെ തന്നെ എന്താ കറ നിവാരിണി, കരിമ്പൻ നിവാരിണി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നാടൻ ഐറ്റംസ് അങ്ങനത്തെ ഉള്ള സംഭവങ്ങളൊക്കെ ഉള്ളൊരു കടയുണ്ടായിരുന്നു. പിന്നെ രാജി എൻ്റർപ്രൈസസ് കടയുടെ ഇതാണ്. അപ്പോൾ ഇവിടെ അതുപോലെ തന്നെ കുറേ ടൈപ്പ് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ കടയിൽ നിന്ന് ഞാനൊരു റോസ്മേരിയുടെ ഒരു ലീഫ് ഉണ്ടല്ലോ, അത് ഞാൻ മേടിച്ചിരുന്നു കേട്ടോ. 60 രൂപ ചെറിയൊരു കുഞ്ഞു പാക്കറ്റിന് റോസ്മേരിയുടെ ഒരു പാക്കറ്റ് മേടിച്ചിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മുടെ തുണിക്കടയാണ്. പിന്നെ അടുത്ത കട എന്ന് പറഞ്ഞാൽ ഒരു സ്ക്വാഷിൻ്റെ ഒരു കടയായിരുന്നു. നിറച്ച് പല ഫ്ലേവറിലുള്ള സ്ക്വാഷുകൾ, പിന്നെ നെല്ലിക്ക, കാന്താരി സിറപ്പ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു കടയായിരുന്നു കേട്ടോ. അതും നിറയെ പല ഫ്ലേവറിലുള്ള സ്ക്വാഷൊക്കെ നിറച്ച് കുപ്പികളിരിക്കണ കണ്ടില്ലേ. അപ്പോൾ അതും ആൾക്കാരൊക്കെ മേടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നെക്സ്റ്റ് കട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കശുവണ്ടി, കാഷ്നട്ടൊക്കെ റോസ്റ്റ് ചെയ്ത് കൊടുക്കുന്ന ചൂടോടെ അവിടെ കിട്ടും കേട്ടോ. നിറയെ ഉണ്ടായിരുന്നു. പിന്നെ കുറേ വെറൈറ്റി നട്ട്സും പിന്നെ സ്വീറ്റ്സും ഒക്കെ ആയിട്ടുള്ളൊരു കട. പിന്നെ നെക്സ്റ്റ് വരുന്നതൊരു ബുക്ക് സ്റ്റോളായിരുന്നു. അവിടെ നമ്മൾ നോക്കിയിട്ടോ, മോൾക്ക് കുറച്ച് ബുക്സ് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ജസ്റ്റ് ഒന്ന് കയറിയിട്ട് അവിടെ ബുക്സൊക്കെ ഒന്ന് നോക്കി. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കണ്ടോ നിറയെ ഡ്രീം ക്യാച്ചറുള്ളൊരു നിറയെ തൂക്കിയിട്ടേക്കുന്നൊരു കട. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്ലവർ വേസുകൾ, കുറേ ഇങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെ ഫ്ലവേഴ്സും ഫ്ലവർ വേസുകളൊക്കെ ആയിട്ടുള്ളൊരു കട ഉണ്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. പിന്നെ ഇങ്ങോട്ട് വന്ന് ചപ്പൽ കടയായിരുന്നു കേട്ടോ. നിറയെ ചെരുപ്പുകൾ, വെറൈറ്റി ഓഫ് ചെരുപ്പുകളൊക്കെയുള്ള ഒരു കട. പിന്നെ ബാഗ്സ്, നിറയെ ബാഗുകളുണ്ടായിരുന്നു. ഹാൻഡ് ബാഗ്, വലിയ ബാഗ്, അങ്ങനെ പല ടൈപ്പുകളിലുള്ള ബാഗുകളൊക്കെ ഉള്ളൊരു കടയുണ്ടായിരുന്നു കേട്ടോ. നിറയെ നല്ലൊരു വെറൈറ്റി കടയാണ്. നിറയെ ഉണ്ടായിരുന്നു ഡിഫറെൻറ്റ് ടൈപ്സ്. നമുക്ക് ഇഷ്ടപ്പെടും എന്തായാലും. അപ്പം നമ്മളതൊക്കെ ഒന്ന് നോക്കി. ഇനി വേറെ ദിവസം പോയിട്ട് വേണം, തിരക്കായിരുന്നു. അപ്പം വേറെ ദിവസം പോയിട്ട് വാങ്ങിക്കാമെന്ന് വെച്ചിട്ട് അന്നത്തെ ദിവസം അതൊന്നും മേടിച്ചില്ല കേട്ടോ, ജസ്റ്റ് കണ്ടു വന്നതേ ഉള്ളൂ. പിന്നെ ഇവിടെ പെർഫ്യൂമിൻ്റെ ഒരു കടയാണ് കേട്ടോ. പെർഫ്യൂമിൻ്റെ ഒരു വലിയൊരു കടയുണ്ടായിരുന്നു. പിന്നെ ഇവിടെ കുറച്ച് ആഭരണങ്ങളൊക്കെ ഉള്ള ഒരു കട, ഈ മാല അങ്ങനെ. പിന്നെ ആദ്യം ഇവിടെയും ഇതുപോലെ കുറേ ടോയ്സും സംഭവങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു കടയാണ്. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സിന്ദൂരമൊക്കെ വിൽക്കണ ഒരു കടയുണ്ട് കേട്ടോ. പല കളറിലുള്ള സിന്ദൂരം ഉണ്ട്. പിന്നെ അതിനുള്ളൊരു സിന്ദൂര ചെപ്പും ഉണ്ട് കണ്ടോ. നല്ല ഒരു ഭംഗിയുള്ളൊരു ചെപ്പ് അതിലാക്കി തരും കേട്ടോ നമുക്ക്. പിന്നെ ഇങ്ങോട്ട് ആദ്യം വന്നു കഴിഞ്ഞാൽ ഡ്രസ്സിൻ്റെയും ബാഗിൻ്റെയും ഒക്കെയുള്ള ഷോപ്പാണ് കേട്ടോ. ഇതും അതെ, ഡ്രസ്സിൻ്റെ കട. ഓരോരുത്തർ ചെറിയ ചെറിയ സ്റ്റോളുകളാണ്. ഓരോരുത്തർക്ക് ആർക്കൊക്കെ വേണമെങ്കിൽ എന്തൊക്കെ ഷോപ്പുകൾ വേണമെങ്കിൽ തുടങ്ങാം, അങ്ങനെയാണ് കേട്ടോ. അപ്പം ഡ്രസ്സിൻ്റെ തന്നെ കുറേ ഷോപ്പുകളുണ്ടാവും. അപ്പം പിന്നത്തെ ഷോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പഞ്ഞിമിഠായി, കോട്ടൺ ക്യാൻഡി ഇല്ലേ, അതിൻ്റെ ഒരു ഷോപ്പായിരുന്നു കേട്ടോ. അപ്പോൾ അതേ കണ്ടോ എങ്ങനെ പഞ്ഞിമിഠായി ഉണ്ടാക്കണേന്ന് നോക്കൂ. ഒരു മെഷീനിൽ ഇങ്ങനെ കണ്ടോ നോക്കൂ, അതിങ്ങനെ നമ്മുടെ ചിലന്തി വലയൊക്കെ വരില്ലേ അതുപോലെ ഇങ്ങനെ വന്ന് അതൊരു കമ്പിൽ കണ്ടോ ഒരു വടിയിലേക്ക് അവരിങ്ങനെ കളക്ട് ചെയ്യുകയാണ് കേട്ടോ. അതിങ്ങനെ നല്ല രസമുണ്ടല്ലോ കാണാൻ. ഇങ്ങനെയാണ് നമ്മുടെ കോട്ടൺ ക്യാൻഡി അഥവാ പഞ്ഞിമിഠായി ഉണ്ടാക്കുന്നത് കണ്ടോ. എന്ത് രസമാണ് നോക്കൂ. ചിലന്തി വല പോലെ ഇങ്ങനെ വന്ന് വലയായിട്ട് ഇങ്ങനെ നൈസായിട്ട് നെറ്റ് മാതിരി ഇങ്ങനെ വന്നിട്ട് അവർ അതൊരു വടിയിൽ ഇങ്ങനെ അതൊരു കളക്ട് ചെയ്യുക അവർ. അതിങ്ങനെ കുറച്ച് നേരം നല്ല രസമുണ്ട് നോക്കി നിൽക്കാനായിട്ട്. നോക്കൂ എത്ര വേഗം നോക്കൂ. അതാരും മേടിച്ചു കേട്ടോ. അപ്പോൾ ഇത് പാക്കറ്റിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ കോണാണ്, പോപ്കോണിൻ്റെ കടയാണ് കേട്ടോ. അതും ഇങ്ങനെ നിറച്ചുണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കവറിലും മറ്റേ പാത്രത്തിലൊക്കെ ആയിട്ട് നിറച്ച് പല ഫ്ലേവറിലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കടയാണ്. പിന്നെ നമ്മുടെ ജ്യൂസ് കടയാണ് കേട്ടോ. നമുക്ക് കുറേ ദൂരം നടന്നു കഴിഞ്ഞല്ലോ, അപ്പം നമുക്കൊന്ന് റിഫ്രഷ് ആവാനായിട്ട് ഫ്രഷ് ജ്യൂസും അല്ലാത്ത ജ്യൂസും ഒക്കെ ആയിട്ടുള്ളൊരു കടയുണ്ടായിരുന്നു. അപ്പം നമ്മൾ കഴിച്ചില്ല കേട്ടോ. പിന്നെ ഇത് നമ്മുടെ പച്ചക്കറി വിത്തുകളൊക്കെ കിട്ടുന്നൊരു കടയാണ് കേട്ടോ. പച്ചക്കറി വിത്തുകളൊക്കെ ഇവിടുന്ന് മേടിക്കാം നമുക്ക്. അതിൻ്റെ എല്ലാത്തിൻ്റെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ ഒരു കടയാണ്. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അതൊരു ക്ലീനിങ്ങോ ഒക്കെ ചെയ്യുന്ന കുറേ സംഭവങ്ങളൊക്കെ ഉള്ളൊരു കടയുണ്ട്. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ
കുറേ പ്ലാസ്റ്റിക് ഐറ്റംസ്, അടുക്കള സംഭവങ്ങളൊക്കെ, അടുക്കള കിച്ചൺ ഐറ്റംസ്, കിച്ചണുമായിട്ട് ബന്ധപ്പെട്ടതും പിന്നെ അല്ലാത്തതും ഒക്കെ ആയിട്ടുള്ള പ്ലാസ്റ്റിക്കിൻ്റെ ഒക്കെ ഉള്ളൊരു കട. ഇത് നമ്മുടെ എന്താ പറയുക, ദോശയൊക്കെ നമ്മൾ ചുടുമ്പം എണ്ണ വരട്ടില്ലേ ദോശക്കല്ലിൽ, അത് അങ്ങനെയുള്ള 2 സംഭവങ്ങളാണ് കേട്ടോ. ഒന്ന് ഇതുപോലെ അടച്ചു വയ്ക്കാൻ പറ്റും, പിന്നെ ഒന്ന് മറ്റേത് ആദ്യം കണ്ടത് അടച്ചു വയ്ക്കാൻ പറ്റാത്തതും. ഇത് കണ്ടോ അടപ്പൊക്കെ ഉണ്ട്. ഇത് നമുക്കപ്പം ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ കല്ലിൽ ഇങ്ങനെ എണ്ണ തൂക്കാനായിട്ട് ഉള്ളൊരു സംഭവമാണ്. കണ്ടോ അതിലിങ്ങനെ ഒരു കോട്ടൺ മാതിരി ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ദോശക്കല്ലിലാക്കിയിട്ട് വേണമെങ്കിൽ ഇങ്ങനെ അടച്ചും വയ്ക്കാം കേട്ടോ. അങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നു. ഇതൊക്കെ എല്ലാ കൊല്ലവും വരുന്ന കേട്ടോ. കഴിഞ്ഞ കൊല്ലമൊക്കെ ഇത് തന്നെ വന്നിരുന്നു. അപ്പോൾ അത് കാരണം നമ്മൾ സംഭവങ്ങളൊന്നും മേടിച്ചൊന്നുമില്ല, ഇങ്ങനെ കണ്ട് പോയി കേട്ടോ. വെറൈറ്റി ഐറ്റംസൊക്കെ ഉണ്ട്. ഇപ്പം പിന്നെ കൂടുതൽ നമുക്ക് ഇവിടെ ഒരു ബാഗ് കട ഉണ്ട് കേട്ടോ. വെറൈറ്റി ടൈപ്പിലുള്ളൊരു ബാഗ് കട ഉണ്ട്. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഗുണ കേവിൻ്റെ 2 ദിവസം മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം ഗുണ കേവിൻ്റെ നമ്മൾ ടിക്കറ്റ് എടുത്ത് അതൊക്കെ കണ്ടു കേട്ടോ. അപ്പം ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ 2 ദിവസം മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു, ഗുണ കേവിൻ്റെ ഉള്ളിലത്തെ സംഭവങ്ങളൊക്കെ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങി കേട്ടോ. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറേ എന്താ കണ്ടില്ലേ, ഓരോ കളിക്കാൻ കുട്ടികൾക്കും വലിയ ആൾക്കാർക്കൊക്കെ ഇങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. ഇതിൽ കയറിയിട്ട് നമുക്ക് എല്ലാത്തിനും സെപ്പറേറ്റ് ടിക്കറ്റാണ് കേട്ടോ. ഇനി അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു തുണിക്കടയുണ്ട്, പിന്നെ ഇവിടെ ഒരു സ്നാക്സ് കടയുണ്ട്. അതുപോലെ കടകൾ നിറയെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതേ ഇപ്പുറത്ത് തന്നെ ഈ സൈഡിൽ കുട്ടികൾക്ക് കളിക്കാനായിട്ട് ഇതേ കണ്ട് ഒരു എയറോപ്ലെയിൻ മാതിരി, കുഞ്ഞു കുട്ടികൾക്കൊക്കെ അതിലിരുന്നിട്ട് ഇങ്ങനെ വണ്ടി മാതിരി ഓടും, അങ്ങനെയുള്ള കളിക്കാനായിട്ട്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇളനീര്. അപ്പോൾ നമ്മൾ ഇളനീര് കുടിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ മുളക് ബജ്ജിയും കഴിച്ചു. ഇവിടെ മുളക് ബജ്ജി, കോളിഫ്ലവർ ബജ്ജിയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ മുളക് ബജ്ജി കഴിച്ചു കേട്ടോ. ഇപ്പോൾ അതേ ആ മുളക് ബജ്ജിയുടെ ചട്നി കണ്ടോ, ഇപ്പം വെള്ളം പോലെയായി. പണ്ട് നല്ല കട്ടി ചട്നിയായിരുന്നു. ഇപ്പോൾ അത് പണ്ടത്തെ ടേസ്റ്റൊന്നും ഇല്ല കേട്ടോ മുളക് ബജ്ജിക്ക്. പണ്ടൊക്കെ ഒരു മുളക് ബജ്ജിയാണ് നമുക്ക് കഴിക്കാൻ കിട്ടുക, അവരിങ്ങനെ വറുത്തെടുത്താൽ. ഇപ്പോൾ ആ ഒരു മുളകിനെ 4ആയിട്ട് മുറിച്ചിട്ട് കുറേ മാവിലിങ്ങനെ പൊരിച്ച് തരും കേട്ടോ. പണ്ടത്തെ ടേസ്റ്റൊന്നും ഇല്ല കേട്ടോ ഇപ്പം. അപ്പം അതെപ്പോഴും കഴിക്കാറുണ്ട്. ഇവിടെയും അതുപോലെ നിറച്ച് സംഭവങ്ങളുണ്ട് കേട്ടോ. കുട്ടികൾക്കും വലിയ ആൾക്കാർക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റണ ഇതുപോലുള്ള ഇത് ട്രെയിൻ മാതിരി കണ്ടോ. കുട്ടികളൊക്കെ ഉണ്ട് നിറച്ചതിൽ. അവർക്ക് കണ്ടോ നന്നായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ വേറെ സംഭവം കണ്ടോ വട്ടത്തിലുള്ള, അയ്യോ പേടിയാവണം അതിലൊക്കെ കയറിക്കഴിഞ്ഞാൽ. എനിക്കത് പേടിയാട്ടോ കുറച്ച്. അപ്പോൾ അത് കാരണം ഞാനതിലൊന്നും കയറിയതേ. പണ്ട് കയറുമായിരുന്നു കേട്ടോ, ഇപ്പം എന്തോ കയറിയില്ല. പിന്നെ ഇവിടെ അതുപോലെ തന്നെ നിറച്ച് ഷോപ്പാട്ടോ, കുഞ്ഞു കുഞ്ഞു ഷോപ്പുകളിങ്ങനെ, ക്യാമറ, പിന്നെ വാട്ടർ ക്ലീനിങ്ങിനുള്ള കടകൾ, അതേമാതിരി ഇവിടെ അതേപോലെ മാല, വള, കമ്മൽ, അങ്ങനെയുള്ള കടകൾ നിറയെ സ്റ്റോളുകളുണ്ട്. കുഞ്ഞു കുഞ്ഞു സ്റ്റോളുകളിങ്ങനെ നിറച്ച് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും. അപ്പോൾ ഇതാരാ ധോണി, ഇത് ഈ കട അടച്ചിട്ടേക്കട്ടോ. അപ്പോഴത്തേക്ക് അടച്ചു. ഇതും അതുപോലെ തന്നെ കുറേ സംഭവങ്ങൾ, വളകളും ഒക്കെ ഉള്ളൊരു കടയാണ്. ഈ കട എനിക്കൊന്ന് പെർഫ്യൂമിൻ്റെ ഒരു കടയാണെന്ന് തോന്നുന്നുണ്ട്. അതുമാതിരി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാലും അതുപോലെ തന്നെ ഇവിടെ ഗെയിം കളിക്കാനായിട്ട് ഉള്ളൊരു, നമ്മളിങ്ങനെ ഒരു വട്ടം തരും അത് നമ്മൾ ആ ഇതിൽ എന്തൊക്കെയോ കുറേ ടൈപ്പ് ഗെയിംസ് ഉണ്ട് കേട്ടോ. ബോൾ എറിയുക, അങ്ങനെ. പിന്നെ ഒരു റിങ് ഇങ്ങനെ എറിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ വരുത്തി കഴിഞ്ഞാൽ അതിന് പ്രൈസ്, അങ്ങനെയൊക്കെ. അത് നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ നോക്കി നിന്നു കേട്ടോ. നമ്മൾ അത് കളിച്ചൊന്നുമില്ല, നമ്മളതിങ്ങനെ നോക്കി നിന്നു. അത് കഴിഞ്ഞ് നമ്മൾ കണ്ടോ ഓരോരുത്തർ അതിങ്ങനെ കളിക്കുന്നുണ്ട്. എത്ര രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് കളിക്കാൻ പറ്റും, ഭാഗ്യമുണ്ടെങ്കിൽ കിട്ടും. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ഇതുണ്ട് കേട്ടോ, ഒരു ചെറിയൊരു ഹോട്ടൽ മാതിരി അതിൻ്റെ ഉള്ളിൽ തന്നെ. അത് എന്നും ഈ റെസ്റ്റോറൻറ്റ് ഉണ്ടാവും കേട്ടോ. പക്ഷെ നമ്മൾ അവിടെ നിന്നൊന്നും കഴിച്ചില്ല. അതിങ്ങനെ എന്താ പറയുക കണ്ടോ, പാനിപ്പൂരി, ബേൽപൂരി, ചണ മസാല, ചണ ബെട്ടൂര, അങ്ങനെ ഒരു കട കണ്ടോ. ഈ സൈഡിലും അതുപോലെ തന്നെ അതേ കണ്ടോ ബോട്ട്, അതിൻ്റെ ഉള്ളിലൊക്കെ ആൾക്കാർ കയറിയിരിക്കുന്നുണ്ട് കേട്ടോ. അവരിങ്ങനെ ഓളിയിടുന്നുണ്ട്. അതിൻ്റെയൊക്കെ ശബ്ദം ഞാൻ വീട്ടമർത്തിക്കൊണ്ടാണ് കേൾക്കാത്തത്. അവരിങ്ങനെ ബഹളമാണ്, അതിൻ്റെ ഉള്ളിൽ ആൾക്കാർ ഇരിക്കുന്നുണ്ട് കേട്ടോ. അതിങ്ങനെ പേടിയാവും, കണ്ടിട്ട് തന്നെ പേടിയാവണം എനിക്ക്. പണ്ട് കയറിയിട്ടുണ്ട് കേട്ടോ, ഇപ്പോൾ പക്ഷേ അതിൽ കയറാനൊരു ധൈര്യമില്ല. അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ ഒരു ബുക്ക് സ്റ്റോളുണ്ട്. അത് കഴിഞ്ഞാൽ ഇവിടെ കുട്ടികൾക്ക് കയറാൻ പറ്റിയ സംഭവമുണ്ട്. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഷുഗർ കെയിൻ ജ്യൂസിൻ്റെ ഒരു കടയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ നടന്ന് ക്ഷീണിച്ചു. അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ കയ്യിലെടുത്തിട്ടുണ്ടെങ്കിലും ഇതൊന്ന് കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് അത് കുടിച്ചു കേട്ടോ. ഷുഗർ കെയിൻ ജ്യൂസ് കുടിച്ചു. ഒരു 1-2 മണിക്കൂറാവും കേട്ടോ എക്സിബിഷനുള്ളിൽ കയറി കഴിഞ്ഞാൽ
നമ്മൾ സമയം പോണേ അറിയില്ല. നമ്മൾ ഓരോ കടകൾ കണ്ട് ഇങ്ങനെ നടന്ന് അതേമാതിരി നമുക്കിതുപോലെ ദാഹിച്ച് കഴിഞ്ഞാൽ ജ്യൂസ്, ഐസ്ക്രീം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിച്ച് ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ ഒരു 1-2-3 മണിക്കൂർ അങ്ങനെ പോണത് നമ്മൾ അറിയേയില്ല കേട്ടോ. അപ്പം നമ്മൾ അവിടുന്ന് കരിമ്പിൻ ജ്യൂസൊക്കെ കുടിച്ചിട്ട് പിന്നെ നടക്കുകയാണ് കേട്ടോ. പക്ഷേ നമ്മളൊരു കടയിൽ നിന്നും മിക്കവാറും പണ്ടൊക്കെ ആണെങ്കിൽ വാങ്ങിക്കുമായിരുന്നു. ഇപ്പം എല്ലാം മിക്കവാറും ഉള്ള സംഭവങ്ങളൊക്കെ പുറത്തുള്ള ഷോപ്പിൽ ഇപ്പോൾ കിട്ടും. മറ്റേത് എക്സിബിഷന് മാത്രം കിട്ടുന്ന കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എക്സിബിഷന് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും മേടിക്കാതെ വരില്ല കേട്ടോ. ഇപ്പോൾ പിന്നെ കുറേ ഐറ്റംസ് എക്സിബിഷന് കിട്ടുന്നതും പുറത്തും മിക്കവാറും എല്ലാം കിട്ടും. അപ്പോൾ പിന്നെ ഇവിടെ ജസ്റ്റ് ഒന്ന് പോവും. പിന്നെ അത്ര കിട്ടാത്ത മാത്രമേ മേടിക്കുകയുള്ളൂ കേട്ടോ. ഇവിടെ ഇതുപോലൊരു ഷോപ്പുണ്ടായിരുന്നു. വാസ്തുവിദ്യ ഗുരുകുലം ഗ്രാമീണ കലാകേന്ദ്രം കരകൗശല പ്രദർശന വിപണന വേള എന്നും പറഞ്ഞിട്ട് കുറേ നാടൻ ഐറ്റമൊക്കെ ആയിട്ട് കണ്ടോ, മുറം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയിട്ടുള്ളൊരു ഷോപ്പുണ്ടായിരുന്നു കേട്ടോ. അവിടെ അതിൻ്റെ മുന്നിലായിട്ടൊരു കഥകളിയുടെ ഒരു രൂപം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അങ്ങനെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ഐസ്ക്രീമിൻ്റെ ഒരു കടയുണ്ട്. അപ്പം ധാരാളം ആൾക്കാർ അവിടെ നിന്ന് ഐസ്ക്രീമൊക്കെ മേടിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കണ്ടില്ലേ, നിറയെ തിരക്കാണ്, എല്ലായിടത്തും തിരക്കാണ്. എല്ലാവരും ചൂടുകാലം കൂടെ അല്ലേ, അപ്പം നടന്ന് ക്ഷീണിച്ച് എല്ലാവരും ജ്യൂസും ഐസ്ക്രീമും ഒക്കെ നന്നായിട്ട് അവർക്ക് ചിലവാകുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ കുറേ ദൂരം ഇങ്ങനെ നടക്കണം. അപ്പോൾ ഒരു വശത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് പിന്നെ നമ്മളിങ്ങനെ നടന്നിട്ട് വേണം ഇനി നെക്സ്റ്റ് സ്ഥലത്തേക്ക്. അതിൻ്റെ ഇടയിലൊക്കെ കടകളുണ്ട് കേട്ടോ. ഇവിടെ ഒരു സ്വീറ്റ് കോണിൻ്റെ ഒരു കടയുണ്ട്. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ മുളക് ബജ്ജി, ആദ്യം മുളക് ബജ്ജി, കോളിഫ്ലവർ അങ്ങനൊരു കട. പിന്നെ ദേ ഇവിടെ പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ചട്ടികൾ കേട്ടോ, ക്ലേ കൊണ്ടുള്ള പല തരത്തിലുള്ള ഐറ്റംസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. വാട്ടർ ജഗ്, പിന്നെ ഇതുപോലെ ചട്ടികൾ, പിന്നെ കൽച്ചട്ടിയുടെ രൂപത്തിൽ അങ്ങനെ ചെരാതുകൾ, അങ്ങനെ കണ്ടോ, കൃഷ്ണൻ്റെ കണ്ടോ, അങ്ങനെ കുറേ സംഭവങ്ങൾ. ഇത് കപ്സ്, നമ്മൾ ചായ കുടിക്കാൻ ഉപയോഗിക്കുന്ന കപ്സ്, അങ്ങനെ കുറേ സംഭവങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒക്കെ കളിമണ്ണിൻ്റെ ആണ്. അവരിങ്ങനെ കണ്ടോ, എന്ത് രസമായിട്ടാണ്, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പൊട്ടറ്റോ കേൾസ് ആ സംഭവമാണ് കേട്ടോ. അത് ഇവിടെ 2-3 കുട്ടികളാണ് കേട്ടോ. അവർ ഇപ്പോൾ സ്കൂൾ വെക്കേഷനല്ലേ, അവർ പഠിക്കുകയാണ്. +1 ഞങ്ങളവരോട് ഇങ്ങനെ സംസാരിച്ചു. അപ്പോൾ +1 +2 ഒക്കെ പഠിക്കുന്ന കുട്ടികളാണ്. അപ്പം വെക്കേഷനാണല്ലോ, അപ്പോൾ അവർ ഇതിലൊരു സ്റ്റാൾ ഇട്ടേക്കാണ്. അപ്പോൾ അതേ പൊട്ടറ്റോയുടെ ഇതുണ്ടാക്കുന്നത് കേട്ടോ. പിള്ളേരാണ്, ചെറിയ പിള്ളേരാണ്. അവർ തന്നെയാണ് ഉണ്ടാക്കൽ. 3 കുട്ടികൾ ചേർന്നിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതുപോലെ ഇങ്ങനെ ആ മെഷീനിൽ അങ്ങനെ എടുത്തിട്ട് അവർ എണ്ണയിൽ കുറേ എന്തോ സോസോ അതൊക്കെ ഒഴിക്കും അതിൽ. അങ്ങനെ തന്നെ എണ്ണയിലിട്ടിട്ട് അതൊരു പൊരിച്ച് തരും കേട്ടോ. അപ്പോൾ അത് ഞങ്ങൾ വെറുതെ ഒരെണ്ണം മേടിച്ചു. അത് നമ്മുടെ എന്താ പറയുക, അത് നമ്മുടെ എല്ലാ സ്ഥലത്തും കിട്ടുന്നതാണ് കേട്ടോ. അപ്പം ഇവിടെ 70 രൂപയേ ഉള്ളൂ. നമ്മുടെ ശോഭാ സിറ്റിയിലൊക്കെ ഇതിന് എത്രയാ, 100 സംതിങ്ങോ ഇത്രയൊക്കെ കൊടുക്കണം കേട്ടോ. ഞങ്ങൾ വെറുതെ ഒരെണ്ണം അത് മേടിച്ചു. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അത് കഴിച്ചു. അപ്പോൾ അവർ പഠിക്കുന്ന കുട്ടികളാണ് അത്രേ. അപ്പോൾ അവർ +1 +2 ഒക്കെ പഠിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ അവർക്കൊരു വരുമാന മാർഗ്ഗം, വെക്കേഷനൊരു വരുമാന മാർഗ്ഗം. അപ്പം നമ്മളെന്തായാലും മേടിക്കാമെന്ന് വെച്ചിട്ട് നമ്മൾ മേടിച്ചു കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെയും കുറേ ഇതുപോലെ തന്നെ കടകളുണ്ട് കേട്ടോ, ജ്യൂസിൻ്റെയും. പിന്നെ ഇവിടെ ഒരു സ്റ്റേജ് ഉണ്ട് കേട്ടോ, തൃശ്ശൂർ പൂരം എക്സിബിഷൻ ഒരു സ്റ്റേജ് ഉണ്ട്. അവിടെ ഓരോ ദിവസവും വിവിധ തരത്തിലുള്ള കലാപരിപാടികളാവും കേട്ടോ. ഇന്ന് എനിക്കൊന്നൊരു ഗാനമേളയോ അങ്ങനെയുള്ള സംഭവമാണ്. അപ്പോൾ ഇന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള പരിപാടികളാവും കേട്ടോ. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കുറേ ഇതുപോലെ തന്നെ സ്റ്റോളുകളുണ്ട്. ഇത് കേരള എക്സൈസ് വകുപ്പിൻ്റെ സ്റ്റോളാണ്. അങ്ങനെ പോലീസിൻ്റെ ഉണ്ടാവും, ISRO, അങ്ങനെ കുറേ ആൾക്കാരുടെ ഉണ്ടാവും കേട്ടോ ഇതുപോലെ സ്റ്റോളുകൾ. ഇവിടെ ഒരു ഫൗണ്ടൻ, ഫ്രണ്ട് സൈഡ് തന്നെ ഒരു ഫൗണ്ടൻ പോലെ ഉണ്ട്. അവിടുന്ന് നമ്മളിങ്ങനെ ആദ്യം കറങ്ങിയിട്ട് ഇനി ഇങ്ങനെ കറങ്ങി വരണം കേട്ടോ, കുറേ ഉണ്ട് നടക്കാനായിട്ട്. അതുപോലെ ഇവിടേക്ക് കയറി കഴിഞ്ഞാൽ 2 സൈഡും ഓരോരോ ഷോപ്പുകളാണ് കേട്ടോ. ഒരു ആനേനെയൊക്കെ അലങ്കരിച്ച് നിർത്തിയിട്ടുണ്ട്. ആന ഇത് വുഡൻ ആനയാണ് കേട്ടോ, ശരിക്കുള്ള ആനയല്ല. അപ്പോൾ ഇത് ഇവിടെയൊക്കെ ഉണ്ട്, നിറയെ ഷോപ്പുകളാണ്. കുറേയൊക്കെ ഇപ്പം ഞങ്ങൾ ഇപ്പോൾ ഏകദേശം ഒരു 9:30-10 മണിയൊക്കെ ആയിട്ടോ. അപ്പോഴത്തേക്കും ഇതെല്ലാം കഴിയാറായിട്ടുണ്ട്. കുറേയൊക്കെ ഷോപ്പൊക്കെ അടച്ചു പോയി അവർ. ഏകദേശം എനിക്ക് 9 മണി 9:30 ആയി ഇവിടെ എത്തിയപ്പോൾ നമ്മൾ. അപ്പോൾ അത് കുറേ ഷോപ്പൊക്കെ അടച്ചു പോയിട്ടുണ്ട്. ഇവിടെ കുറേ ഷോപ്പുകളുണ്ട്. നമ്മളിങ്ങനെ വേഗം നടക്കുന്ന കാരണം ഞാൻ അതൊന്നും ജസ്റ്റ് വിസ്തരിച്ചൊന്നും എടുത്തില്ല കേട്ടോ. പിന്നെ സ്റ്റേജിൽ ഇങ്ങനെ കലാപരിപാടികൾ തകർത്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ആൾക്കാർ അവിടെ കാണികളായിട്ടും ഉണ്ട്, കുറേ പേര് ഇങ്ങനെ എക്സിബിഷൻ നടന്ന് കാണുന്നുമുണ്ട് കേട്ടോ.
ഇവിടെ ISROൻ്റെ ഒരു സ്റ്റോൾ ഉണ്ടായിരുന്നു. ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും അത് അടച്ചു കേട്ടോ. അത് അടച്ചിരുന്നു. അപ്പം നമ്മൾ പിന്നെ അത് കാണാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ വേറെ ദിവസം വരാമെന്ന് വെച്ചു അത് കാണാനായിട്ട്. മോൾക്കാണ് ISROൻ്റെ അത് കാണണമെന്ന് വലിയ താല്പര്യം. എല്ലാ പ്രാവശ്യം ഉള്ളത് തന്നെയാണ്. കുറച്ചൊക്കെ ഡിഫറെൻ്റായിട്ട് വെറൈറ്റി ഓരോ വർഷവും കുറച്ചൊക്കെ ഡിഫറെൻ്റായിട്ടുണ്ടാവും. പിന്നെ ഇവിടെ ഒരു സംഭവം ഉണ്ടായിരുന്നു, അതൊക്കെ അടച്ചു നമ്മൾ വന്നപ്പോഴേക്കും. പിന്നെ ഇവിടെ ഫാം ഇൻഫോർമേഷൻ ബ്യൂറോ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള അതിനെക്കുറിച്ചുള്ള കുറേ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള കുറേ സംഭവങ്ങൾ കേട്ടോ. അപ്പോൾ അതൊക്കെ ഇവിടെ ഇങ്ങനെ മോഡലൊക്കെ ഇങ്ങനെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ നല്ല ഇൻഫോർമേറ്റീവായിട്ടുള്ള സംഭവങ്ങളാണ് കേട്ടോ. അങ്ങനെ അവിടുത്തെ കുറേ കൃഷിയുടെ കുറേ കാര്യങ്ങളും അതും ഇതും കണ്ടോ. കൃഷി ചെയ്യാൻ ഉപയോഗിക്കുന്ന ഓരോ ഉപകരണങ്ങളും കണ്ടോ, ട്രാക്ടർ, അങ്ങനെ അതിൻ്റെയൊക്കെ ഓരോ മോഡലുകളും അതിനെക്കുറിച്ച് കുട്ടികൾക്കൊക്കെ നല്ല ഉപകാരപ്രദമാവും കേട്ടോ പഠിക്കുന്നത്. ഇവിടെ കേരള സർവകലാശാല, കാർഷിക സർവകലാശാലയുടെ ഒരു സ്റ്റോളുണ്ടായിരുന്നു. ഇതൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് കുറച്ചും കൂടെ നല്ലതാണ് കേട്ടോ. അവർക്ക് പഠിക്കാനായിട്ടും പ്രോജക്റ്റിനൊക്കെ സഹായമാകുന്ന കുറേ കാര്യങ്ങൾ. ഇവിടെ വ്യവസായ പ്രദർശനശാല എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിലും കുറേ സ്റ്റോളുകളുണ്ടായിരുന്നു കേട്ടോ. കുറേയൊക്കെ അടച്ചു. ഇതേ കണ്ടോ, അവരിങ്ങനെ കർട്ടൻ പോലെ ഇട്ടേക്കണ കണ്ടോ. നമ്മൾ ചെന്നപ്പോഴത്തേക്ക് അടയ്ക്കാറായി. അപ്പോൾ അതുകൊണ്ട് കുറേ സ്റ്റോളുകളൊക്കെ ഇങ്ങനെ കർട്ടനൊക്കെ ഇട്ട് മൂടി അടച്ചിട്ടുണ്ട്. കുറേ ബെഡ്ഷീറ്റ്, പിന്നെ അവർ ഓരോ ആൾക്കാർ എന്താ പറയുക കൈ കൊണ്ടുണ്ടാക്കിയ കണ്ടോ. ഇതൊക്കെ അവർ തന്നെ വീട്ടിലുണ്ടാക്കിയ സംഭവങ്ങൾ ഇവിടെ വിൽപ്പനയ്ക്ക് വെച്ചേക്കണ അങ്ങനെയുള്ള സംഭവങ്ങളാണ് കേട്ടോ. ഇതിൽ കൂടുതലും അങ്ങനെയുള്ളതാണ്. പിന്നെ നമ്മൾ അതിൻ്റെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെയും ഇതുപോലെ മുളക് ബജ്ജിയുടെ ഷോപ്പുണ്ട്. പിന്നെ ഇത് കുറേ പത്രങ്ങളുടെ, നമ്മുടെ ദൃശ്യമാധ്യമ, മലയാള മനോരമ, മാതൃഭൂമി, അങ്ങനെ കുറേ പത്രങ്ങളുടെയൊക്കെ കുറേ സ്റ്റോളുകളുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ വലിയൊരു സ്റ്റോളുണ്ടായിരുന്നു കേട്ടോ. കുറേ ഫോട്ടോസൊക്കെ, പഴയകാല ഗുരുവായൂർ അമ്പലത്തിലെ പഴയകാല ഫോട്ടോസൊക്കെ ആയിട്ടുള്ളൊരു സ്റ്റോളുണ്ടായിരുന്നു. ഫോട്ടോസും പിന്നെ കുറേ എന്താ പറയുക മ്യൂറൽ പെയിൻറ്റിങ്സ് ഒക്കെ ആയിട്ട് കുറേ ഇതുപോലെ വിഗ്രഹങ്ങൾ, പ്രതിമകളൊക്കെ ആയിട്ട് കണ്ടോ. ചെമ്പൈ സംഗീതോത്സവം, ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ അമ്പലം, അതുപോലെ കഥകളി, അങ്ങനെ കുറേ പഴയകാല ഫോട്ടോസൊക്കെ ഗുരുവായൂർ അമ്പലത്തിലെ. പിന്നെ ഇവിടെ നിറച്ച് മ്യൂറൽ പെയിൻറ്റിങ്സും പിന്നെ ഇതുപോലെയുള്ള ചെറിയ ഇതുപോലെയുള്ള കുറേ ശില വിഗ്രഹങ്ങളൊക്കെ ആയിട്ട് കണ്ടോ. കുറേ പ്രതിമകളൊക്കെ ആയിട്ടുള്ള നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. പിന്നെ ഗുരുവായൂർ അമ്പലമായിട്ട് ബന്ധപ്പെട്ട കുറേ ഫോട്ടോസൊക്കെ, പണ്ടത്തെ ആറാട്ട് നടക്കണു, പിന്നെ തുലാഭാരം, അങ്ങനെ നരേന്ദ്രമോദി പിന്നെ തുലാഭാരം നടത്തുന്നു. പിന്നെ ഇവിടെ കുറേ കൃഷ്ണനാട്ടത്തിൻ്റെ കുറേ സംഭവങ്ങളൊക്കെ, അതിൻ്റെ കിരീടത്തിൻ്റെയൊക്കെ കുറേ കണ്ടോ. പല ടൈപ്പിലുള്ള കിരീടം, കൃഷ്ണ കിരീടം, അങ്ങനെ കുറേ പിക്ചേഴ്സും ആ കിരീടം തന്നെ ആയിട്ടുള്ളതും ഒക്കെ ആയിട്ടുള്ള കുറേ സംഭവങ്ങൾ ഇവിടെ നിറച്ചങ്ങനെയാണ് കേട്ടോ. പിന്നെ ഇത് ജയലളിത പണ്ട് വന്ന ആ പിക്ചറ്, പിന്നെ അങ്ങനെ കണ്ടോ കുറേ ടൈപ്പ് സംഭവങ്ങളായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പോൾ അടയ്ക്കാറായി. അപ്പം നമ്മൾ വേഗം ഓടിച്ചൊന്ന് കണ്ട്. അപ്പോൾ പിന്നെ അവിടുത്തെ കുറേ ബുക്സുകൾ, ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറേ ബുക്സുകളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അപ്പോൾ നമ്മൾ അടയ്ക്കാറായത് കാരണം തന്നെ ഇവിടെ എത്തിയപ്പോഴത്തേക്ക് ഏകദേശം എനിക്കൊന്നൊരു 10 മണിയൊക്കെ ആവാറായി. അപ്പോൾ അതേ ഗുരുവായൂരപ്പൻ്റെ ഒരു വിഗ്രഹം, പിന്നെ ആന. അപ്പം നമ്മൾ അവിടെ നിന്ന് വേഗം തന്നെ ഇറങ്ങി കേട്ടോ. പിന്നെ ഇവിടെ കേരള പോലീസിൻ്റെ ഒരു സ്റ്റോളുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് വെറ്റിനറി ആൻഡ് ആനിമൽ അതിൻ്റെ ഒരു സ്റ്റോളുണ്ടായിരുന്നു. അപ്പം നമ്മൾ അടയ്ക്കാറായതുകൊണ്ട് ടപ്പേന്ന് പറഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഓടിച്ചൊന്ന് കണ്ടു കേട്ടോ. ഇത് ഓരോ എഗ്ഗ് മ്യൂസിയം, പല ടൈപ്പുള്ള ഓരോ എഗ്ഗുകൾ, ഏറ്റവും വലുത് തൊട്ട് ഏറ്റവും കുഞ്ഞിത് വരെയുള്ള എഗ്ഗുകൾ. കുട്ടികൾക്കൊക്കെ നല്ല ഇൻഫോർമേറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങൾ അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കണ്ടോ, കുരങ്ങളിൽ നിന്ന് എങ്ങനെ മനുഷ്യനായ അങ്ങനത്തുള്ള കുറേ ഇതും. പിന്നെ ഇവിടെ നമ്മുടെ കാടിൻ്റെ ഒരു സംഭവമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അനക്കൊണ്ട, അതേപോലെ ഒരു പാമ്പൊക്കെ ആയിട്ട് കാടിൻ്റെ ഒരു പ്രതീതിയുള്ളൊരു സംഭവമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു ചെറിയൊരു കുളം, ആനയുടെ ഒരു ഇതുണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ആ ഒരു ചെറിയൊരു കുളം പോലെ, പോണ്ട് പോലെ ഉണ്ടാക്കിയിട്ട് അത് ഈ പക്ഷികളുണ്ട്, അത് ഒറിജിനലാണ് കേട്ടോ. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ
കുറേ മുയലുകൾ, പിന്നെ കോഴികൾ, വെറൈറ്റി ഓഫ് ടൈപ്പ് ഓഫ്, അതൊക്കെ അതിൻ്റെ പേരൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. എലികൾ, അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ. ഓരോ കോഴികൾക്ക് ഇങ്ങനെ വിവിധ ഇനം ഉണ്ടല്ലോ, നമുക്കതിനെ പറ്റി അത്ര അറിയില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ പേരുകളും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പല ടൈപ്പിലുള്ള കോഴികൾ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇത് കരിങ്കോഴിയാണെന്ന് തോന്നുന്നുണ്ട്, ഫുള്ള് കറുത്തിരിക്കുന്നുണ്ടല്ലോ. അതെ. അപ്പോൾ ദേ ഇവിടെ ഒരു പൂവൻ കോഴിയുണ്ട്. അങ്ങനെ കുറേ പക്ഷികളെയൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു കേട്ടോ. പല ടൈപ്പിലുള്ള കോഴികൾ. പിന്നെ ഇവിടെ എലിയാണെന്ന് തോന്നുന്നുണ്ട്, ഓരോ ടൈപ്പ് എലികൾ എനിക്കിരിക്കും കണ്ടോ. പല ടൈപ്പിലുള്ള എലികളുടെ ഇതുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പോലീസിൻ്റെ ഒരു സ്റ്റോളായിരുന്നു കേട്ടോ. അതിലിങ്ങനെ പല സംഭവങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അതിങ്ങനെ ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് ഉള്ള കുറേ സംഭവങ്ങൾ, അതിങ്ങനെ സിനിമാക്കാരുടെയൊക്കെ കണ്ടോ ഓരോ ഫോട്ടോകളൊക്കെ വെച്ചിട്ട് കുറേ എഴുത്തൊക്കെ ആയിട്ട് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പിന്നെ കണ്ടില്ലേ, മയക്കുമരുന്ന് ഉപയോഗിക്കരുത്, പിന്നെ അതിൻ്റെ ദൂഷ്യവശങ്ങൾ, അങ്ങനെ കുറേ സംഭവങ്ങൾ ആയിട്ട് ഓരോ സിനിമയുടെ ഇതും ഡയലോഗും പിന്നെ ഇതൊക്കെ വെച്ചിട്ട്, പിന്നെ ബാഡ് ടച്ച്. അപ്പോൾ അതങ്ങനെ അതിനെക്കുറിച്ചുള്ള ബോധവൽക്കരണം ആയിട്ടുള്ള കുറേ ഇങ്ങനെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കുറേ സംഭവങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഡാവിൻ്റെ പരിണാമസിദ്ധാന്തം. ഈ കുരങ്ങനായിരുന്നു നമ്മളിങ്ങനെ വളർന്ന് ലാസ്റ്റ് ഇങ്ങനെയാകും ഇത്ര മയക്കുമരുന്ന് ഉപയോഗിച്ച സേ നോ ടു ഡ്രഗ്സ്. അപ്പം നമ്മൾ എക്സിബിഷൻ്റെ സ്റ്റോളുകൾ മിക്കവാറും ഓടിച്ചൊന്ന് കണ്ട് നമ്മൾ പുറത്തിറങ്ങി. ഇവിടെ എക്സിബിഷൻ്റെ മുമ്പിലായിട്ട് ഇവിടെ ഒരു ഫൗണ്ടനൊക്കെ ഉണ്ട്. ഐ ലവ് തൃശ്ശൂർ പൂരം എക്സിബിഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ബോർഡൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ അവിടെ നിന്നൊരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമ്മൾ പുറത്തിറങ്ങി കേട്ടോ. പുറത്തിറങ്ങി ഇവിടെയുണ്ട് ഐ ലവ് തൃശ്ശൂർ പൂരം. അവിടെ നിന്നൊരു ഫോട്ടോ ഒക്കെ എടുത്ത് നേരെ മുന്നിലാണ് പാറമേക്കാവ് ദേവി ടെമ്പിൾ. അപ്പോൾ തൃശ്ശൂരുള്ളവർക്കും തൊട്ടടുത്ത പ്രദേശങ്ങളിലുള്ളവർക്കൊക്കെ തൃശ്ശൂർ പൂരം എന്താണെന്നും തൃശ്ശൂർ പൂരം എക്സിബിഷൻ എന്താണെന്നും ഒക്കെ അറിയുണ്ടാവും. പക്ഷേ ദൂരെയുള്ളവർക്കൊന്നും ഇതിനെപ്പറ്റിയൊന്നും അറിയില്ലല്ലോ. തൃശ്ശൂർ പൂരം എക്സിബിഷൻ എന്ന് കേട്ടിട്ടേ ഉണ്ടാവുള്ളൂ. അപ്പം അവർക്കും അത് കാണാമല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ എടുത്തത് കേട്ടോ. വല്ലാണ്ട് ഡീറ്റെയിൽ അല്ല, കടകളൊക്കെ ഒന്ന് ഓടിച്ചെടുത്ത് അങ്ങനെ പോയി എന്തൊക്കെയാണ് അതിൻ്റെ ഉള്ളിൽ ഉള്ളത് എന്നുള്ളൊരു രീതിയിൽ ചെറിയൊരു വീഡിയോ ആയിരുന്നു. എക്സിബിഷൻ്റെ പുറത്തും ഇതുപോലെ കുറേ ചെറിയ കടകളുണ്ട് കേട്ടോ. കമ്മൽ, പിന്നെ അതുപോലെ ബലൂൺ, അങ്ങനെയുള്ള വിൽക്കുന്ന കുറേ ജ്യൂസ്, ഇതൊക്കെ വിൽക്കുന്ന കുറച്ച് കടകളുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് മേടിക്കാം. അപ്പോൾ നമ്മളിവിടെ ഒരു നല്ലൊരു കമ്മലിൻ്റെ ഒരു കടയല്ല, ഒരു ജസ്റ്റ് ഇങ്ങനൊരു ഇതുണ്ടായിരുന്നു അവിടെ. അപ്പോൾ അവിടെ നമ്മൾ കമ്മലൊക്കെ മേടിച്ച് നമ്മൾ മടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ തൃശ്ശൂർ എക്സിബിഷനെ കുറിച്ചുള്ളൊരു വീഡിയോ ആയിരുന്നു കേട്ടോ. തൃശ്ശൂർ പൂരം എക്സിബിഷനെ കുറിച്ചുള്ളൊരു വീഡിയോ ആയിരുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. താങ്ക് യു.